ഹലോ മജുവർ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലർക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ കണ്ടിട്ടുള്ള കേസ്, നമ്മൾ ചില യൂട്യൂബേഴ്സ് ഫ്രീ ഫയറിലൊക്കെ ഇങ്ങനെ ഇമോട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്, അതേപോലെ നമുക്കിനി നമ്മുടെ ഫോണിലും എന്താണ് നമ്മുടെ സൗണ്ട് ബട്ടണിൽ, അതായത് സൗണ്ട് കൂട്ടുന്ന ഒരു ബട്ടണിൽ, ആ ബട്ടൺ വെച്ച് നമുക്ക് ഫോണിലും എന്താണ് ഇനി മുതൽ നമുക്ക് അതേപോലെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെറിയൊരു ആപ്പും കാര്യങ്ങളൊക്കെ കയറ്റേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് എടുത്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്താക്കുക, എന്തായിരുന്നു എവിടെ ഉണ്ടായിരുന്നുള്ളത് അത് ഗൈസ് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ പോയിട്ട് ഓട്ടോ ക്ലിക്കർ എന്താണ് അങ്ങനെ ഓട്ടോ ക്ലിക്കർ എന്ന് അടിക്കുക. ഓട്ടോ ക്ലിക്കർ വോളിയം ബട്ടൺ അങ്ങനെ അടിക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഫസ്റ്റ് ആണ് ഒരു ലിങ്കിൽ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് ഇരിക്കുമ്പോൾ ഇതിൽ കണ്ടോ ഫ്രീ ഡൗൺലോഡ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും. അതൊക്കെ തെറ്റടിച്ചു വിടുക. എന്നിട്ട് ഇതൊക്കെ ഇതൊക്കെ വേറെ എന്താണ്, അത് തെറ്റടിച്ചു കൊടുക്കുക. ആ ടൈമിൽ ഇവിടെ ഫ്രീ APK ഡൗൺലോഡ് എന്നാണ്, അത് ഒന്നുകൂടി കൊടുക്കുക. അപ്പോൾ അതവിടെ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ടഡ്, അവിടെ ഡൗൺലോഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഡൗൺലോഡ് ഗെയിൻ കൊടുക്കുക. അങ്ങനെ ആ ഫയൽ അവിടെ ഇതാവും. അപ്പോൾ നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് നിങ്ങളുടെ ഫയൽ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് എന്നുണ്ടാവും, അതിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരും. ഇത് ഞാൻ 2-3 ദിവസം മുന്നേ ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ഗൈസ്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും ഇൻസ്റ്റാളിന് വരും. അങ്ങനെ അതും കൂടി ക്ലിക്ക് കൊടുക്കുക. അതും കൂടി കൊടുത്ത് കഴിയുമ്പോൾ അതൊന്ന് കുറച്ച് ഒരു മിനിറ്റ് ഒക്കെ എടുക്കും. അങ്ങനെ അത് ക്വിക്ക് ട്രിഗർ ഓട്ടോ ക്ലിക്കർ വാസ് ഇൻസ്റ്റാൾഡ് അങ്ങനെ കാണിക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കയറുക ഗൈസ്. കയറിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് ഇതിൽ ഏറ്റവും മുകളിൽ കൊണ്ട് എനേബിൾ ക്വിക്ക്, അത് ട്രിഗർ ഓട്ടോ ക്ലിക്കർ, അതും ജസ്റ്റ് ഒന്ന് അപ്പോൾ ഓപ്പൺ സെറ്റിങ്സ് എന്ന് വരും. ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിയിലോട്ട് പോകുമ്പോൾ ഡൗൺലോഡ് ആപ്സ് ഉണ്ട്, ഡൗൺലോഡ് ആപ്സ്, അതിൽ ഓക്കെ നോക്കി കഴിഞ്ഞാൽ ഹലോ റിസ്റ്റോർഡ് സെറ്റിങ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ പാസ്വേഡ്, നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് വയ്ക്കും. ഞാൻ ഫിംഗർ പാസ്വേഡാണ് വെച്ചത്. എന്നിട്ട് ഇതിൽ ക്വിക്ക് ഏറ്റവും ഫസ്റ്റാണ് ആ ഒരു ഇത് എന്താ അലോ ഞെക്കുക. എന്നിട്ട് എന്താണ് രണ്ടാമത്തെയും അലോ ഞെക്കുക. എന്നിട്ട് അതേപോലെ പഴയപോലെ ബാക്ക് അടിക്കുക. അപ്പോൾ അടിയിൽ എനേബിൾ കണ്ടു, രണ്ടാമത് അതായത് ഏറ്റവും മുകളിലത്തെ താഴെ കണ്ടു എനേബിൾ, അത് ഞെക്കുക. അത് ഞെക്കിയിട്ട് നിങ്ങൾ ഇവിടെ പോയിട്ട് ഇങ്ങനെ അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ക്വിക്ക് ട്രിഗർ എന്താണ് ഓട്ടോ ക്ലിക്കർ വേണം. അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് അടിയിലോട്ട് വന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് അവിടെ കാണും സെലക്ട് ആപ്സ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ഫയർ എന്നുണ്ടാവും. ആ ഫ്രീ ഫയറിൽ അവിടെ ഒന്ന് എന്താണ് ടിക്ക് ഇട്ട് കൊടുക്കുക. ടിക്ക് ഇട്ട് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ പഴയ പോലെ ഫ്രീ ഫയറിൽ കയറുക ഗൈസ്. കയറുമ്പോൾ ഇങ്ങനെ എന്താണ് സെൻട്രലായിട്ട് ഒരു പ്ലസ് ചിഹ്നം കണ്ട ഗൈസ്, ആ പ്ലസ് ചിഹ്നമാണ് നമുക്ക് ആവശ്യം. അതൊന്നും കളയണ്ട. ഇങ്ങനെ ഇടത് സൈഡ് മുകളിൽ നോക്കാനാണെങ്കിൽ കുറച്ച് ചിഹ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, ഡൗൺലോഡ് ആവട്ടെ ഗൈസ്. എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾ എന്തായാലും മറക്കാതെ നമ്മുടെ ചാനൽ സബ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ എല്ലാ സ്റ്റെപ്പും നിങ്ങൾക്ക് കൃത്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് എടുത്തതിന് ശേഷം ട്രെയിനിങ് എടുക്കുക. ട്രെയിനിങ് എടുത്തിട്ട് സ്റ്റാർട്ട് അടിക്കുക. സ്റ്റാർട്ട് അടിച്ചിട്ട് ഗൈസ് വെയിറ്റ് ഗൈസ്, ഡൗൺലോഡ് ലോഡിങ് ഗൈസ്. നമ്മളങ്ങനെ ലോഡിങ് ആയി വന്നിട്ടുണ്ട്. ഇതിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് എൻ്റെ ഇമോട്ട് ബട്ടൺ ഇവിടെയാണ്, അതായത് ഗൺസൊക്കെ വെക്കുന്നതിൻ്റെ നേരെ മുകളിലാണ് എൻ്റെ
ഇമോട്ട് ബട്ടൺ കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ഫോണിൽ സാധാരണ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഏത് ഇമോട്ടാണോ വേണ്ടത് ആ ഇമോട്ട് നമുക്ക് സെറ്റ് അതിനായിട്ട് ഈ ഒരു സാധനമില്ല ഇമോട്ട് എടുക്കുന്ന ഇത് ഇതിൻ്റെ നിങ്ങൾ ഈ റൗണ്ടിൽ കാണുന്ന ഏത് ഇമോട്ടിൻ്റെ സ്ഥാനം, അതായത് എനിക്ക് ചിലപ്പോൾ ഈ ഇമോട്ടാണ് ഇടുന്നതെങ്കിൽ ഈ ഒരു സാധനം, അതായത് ഈ ഇമോട്ട് ഇടുന്ന ഈ ഒരു ഇമോജീൻ്റെ ആ സാധനമില്ലേ അതെടുത്തിട്ട് എന്താക്കുക, നേരെ സെറ്റിങ്സ് പോയിട്ട് എന്താ ഇവിടെയുള്ള സാധനം ഇവിടേക്ക് ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്ത് ആ ഒരു ഇമോട്ടിൻ്റെ സ്ഥാനത്തേക്ക് ചേഞ്ച് ചെയ്താൽ മതി ഗൈസ്. അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എന്താക്കും, ഈ ഒരു പ്ലസ് ചിഹ്നം നമ്മുടെ ആ റിമോട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇവിടെ കണ്ടോ ഗൈസ്, ഇങ്ങോട്ട് സൈഡ് മുകളിലായിട്ട് ശരിയുന്നുണ്ട്. ആ ശരിയും കാര്യങ്ങളൊക്കെ ഞെക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിയിൽ കാണുന്ന ആ ഒരു വൈറ്റ് ഏരോ മാർക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ സൈഡിലേക്ക് പോകും. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഗൈസ് ഇതേപോലെ നിങ്ങളുടെ സൗണ്ട് ബട്ടണിൽ ആ സൗണ്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇമോട്ട് കാര്യങ്ങളൊക്കെ എന്താണ് PC-യിലൊക്കെ കാണുന്ന പോലെ ഇതേപോലെ നമുക്ക് ഇമോട്ടും കാര്യങ്ങളും ഇടാൻ പറ്റും. അതുപോലെ തന്നെ റീലോഡ് ബട്ടൺ നമുക്ക് അവൈലബിൾ ആണ്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഒരു ഗൺ എടുക്കുക, അതിൻ്റെ ബുള്ളറ്റ് കളയുക, എന്നിട്ട് ബുള്ളറ്റ് കളഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് ഗണ്ണ് കയ്യിൽ തിരിക്കാൻ തന്നെ ആ ഒരു പവർ ബട്ടണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് നന്നായിട്ട് ഇമോട്ട് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് സാധിക്കുന്നതാണ്. ഇതേപോലെ ഇമോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഇടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ എന്തായാലും മറക്കാതെ സബ് ചെയ്യുക ഗൈസ്. ഓക്കെ.